പവിത്രമായ പൊന്നിൻ ചിങ്ങമാസത്തിലെ ഈ തിരുവോണ നാളിൽ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും മഹാബലി ചക്രവർത്തിയുടെ മാവേലിയുടെ ഓണാശംസകൾ. ഈ തിരുവോണ നാളിൽ നിങ്ങളെയെല്ലാം കാണുന്നതിന് വേണ്ടി നാം നേരിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഓണാഘോഷത്തെക്കുറിച്ചുള്ള പല കഥകളും നിലവിലുണ്ടെങ്കിലും 18 പുരാണങ്ങളിൽ ശ്രേഷ്ഠമായ ശ്രീമദ് ഭാഗവതത്തിലെ വാമനാവതാരമാണ് യഥാർത്ഥ ഓണാഘോഷത്തിന്റെ കഥ പറയുന്നത്. അതായത് നാം മഹാബലി ചക്രവർത്തി ത്രൈലോക്യങ്ങളും അടക്കി വാണിരുന്ന സമയം ദേവലോകവും ആക്രമിച്ചു. ആ സമയം ഇന്ദ്രൻ എന്നെ വധിക്കുകയുണ്ടായി. എന്നാൽ എന്റെ ഗുരുവായ ശുക്രാചാര്യർ എന്നെ ജീവിപ്പിച്ചു. ഞാൻ വീണ്ടും സ്വർഗലോകം ആക്രമിക്കാനായി പോവുകയും ദേവന്മാർ യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ സ്വർഗലോകവും എന്റെ അധീനതയിലായി. അങ്ങനെ ദേവന്മാർ നിരാലംബരായി നടക്കുന്നു. ഇത് കണ്ട ദേവമാതാവായ അതിഥി ഭർത്താവായ കശ്യപ പ്രജാപതിയോട് ചോദിച്ചു, പ്രഭോ, നമ്മുടെ മക്കൾ കണ്ടിട്ട് ദേവന്മാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, ഇതിനൊരു പരിഹാരം കാണണമല്ലോ. അപ്പോൾ കശ്യപ പ്രജാപതി പറഞ്ഞു, മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, അതിന് 12 ദിവസം നീണ്ടു നിൽക്കുന്ന പയോവ്രതം അനുഷ്ഠിക്കണം. അങ്ങനെ അതിഥി 12 ദിവസം നീണ്ടു നിൽക്കുന്ന പയോവ്രതം അനുഷ്ഠിക്കുകയും ദയാലുവായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അവര് കാര്യം അവതരിപ്പിക്കുകയും ഇതിനുള്ള പരിഹാരം ഞാൻ കാണാൻ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം അതിഥി ഗർഭിണിയായി ഭഗവാന്റെ ചൈതന്യത്തെ അതിഥി ഉൾക്കൊണ്ടു. അങ്ങനെ ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിൽ വാമനാവതാരം ഭുജാതമായി. ഈ തിരുവോണ നാൾ വാമന ജയന്തിയായി ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നു. ഒപ്പം നമ്മുടെ ആഘോഷവും നടക്കുന്നു. ഇനി ആ കഥയിലേക്ക് വരാം. അങ്ങനെ നാം 100 അശ്വമേധയാഗം നടക്കുകയായിരുന്നു. അതിൽ 100ാമത്തെ യാഗമായിരുന്നു ഈ തിരുവോണ ദിവസം. അപ്പോൾ എൻ്റെ യാഗാശ്രമത്തിൽ തേജസ്വിയായ ഒരു ബാലൻ വരികയും എൻ്റെ പരിചാരകർ എന്നെ വിവരമറിയിക്കുകയും ഞാൻ ഓടിച്ചെന്ന് അതിഥിയെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ആ ബാലൻ പറയുകയാണ്, ഞാനൊരു മുനികുമാരനാണ്, ഉറ്റവരും ഉടയവരുമില്ല, എനിക്ക് ഏകാന്തമായി തപസ് ചെയ്യാനുള്ള സ്ഥലം നോക്കി വന്നതാണ്. നിങ്ങൾ ദയാലുവാണല്ലോ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കുമല്ലോ എന്ന് കേട്ടറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് പറയും. അപ്പോൾ നാം പറഞ്ഞു, തപസ് ചെയ്യാൻ 3 സ്ഥലം മാത്രം മതിയോ? ഒരു രാജ്യമോ ദേശമോ ഗൃഹം ഗോക്കളോ ഗ്രാമങ്ങളോ എന്ത് വേണം തരാൻ ഞാൻ വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബാലൻ പറയുകയാണ്, എന്റെ പദം കൊണ്ട് അളന്നെടുക്കുന്ന 3 അടി സ്ഥലം മാത്രം മതി എനിക്ക്. അങ്ങനെ നീർ കൊടുക്കാൻ പറഞ്ഞു. അതായത് പണമോ മറ്റു വസ്തുക്കളാണെങ്കിൽ എടുത്തു കൊടുക്കാം, എന്നാൽ ഭൂമി എടുത്തു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതിനെ ഉദകം എന്ന് പറയും. അതായത് നീർ, വെള്ളം കൊടുത്ത് സത്യം ചെയ്യണം. അങ്ങനെ നാം നീർ കൊടുക്കാനായി ഒരുങ്ങുമ്പോൾ ഈ കിണ്ടിയുടെ വാലിനകത്ത് നമ്മുടെ ഗുരുവായ ശുക്രാചാര്യർ അതിനെ പറഞ്ഞു, മാവേലി, അരുതരുത്, ഇത് വേഷം മാറി വന്ന മഹാവിഷ്ണുവാണ്, നമ്മളെ ചതിക്കാമെന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വാമനോട് പോകാൻ പറയൂ, പിന്നൊരിക്കൽ ആവാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാനുണ്ടോ സത്യം ലംഘിക്കുന്നു? നാം പറഞ്ഞു, എന്തും വരട്ടെ. നീർ കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് ശുക്രാചാര്യർ ഒരു വണ്ടിന്റെ രൂപത്തിൽ കിണ്ടിയുടെ വാലിൽ അടഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ വാമനൻ ഒരു ദർഭയെടുത്ത് ഒരൊറ്റ കുത്ത് ശുക്രാചാര്യരുടെ കണ്ണ് പൊട്ടിപ്പോയി. ആ പ്രാണവേദനയിൽ അദ്ദേഹം ഉരുണ്ടു മാറിയപ്പോൾ ജലം വരികയും നാം ജലം കൊടുക്കുകയും സത്യം ചെയ്യുകയും ചെയ്തു. ഉടൻ തന്നെ ഈ കൊച്ചു ബാലകൻ, ഈ വാമനമൂർത്തി ആകാശത്തോളം വളർന്നു വലുതായി. ഒരു പാദം കൊണ്ട് ഭൂലോകം മുഴുവനും, 2ാം പാദം കൊണ്ട് സ്വർഗലോകങ്ങളും അളന്നെടുത്തു. 3ാമത്തെ പാദം വയ്ക്കാൻ സ്ഥലം ഇവിടെ എന്നോട് ചോദിച്ചു. എന്റെ അതുവരെയുള്ള എല്ലാ അഹങ്കാരങ്ങളും അഗ്നിയിൽ പുൽനാമ്പ് പോലെ എരിഞ്ഞില്ലാതായി. ദുഃഖിതനായി എന്നെ
ഭഗവാന്റെ വാഹനമായ ഗരുഡൻ വരണപാശത്താൽ ബന്ധിച്ച് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഭഗവാൻ പറഞ്ഞു, ഹേ ബലി, സത്യം പാലിക്കണം. എനിക്ക് 3 തരാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? ഇത് 2 അടി കൊണ്ട് മൊത്തം അളന്നെടുത്തു. 3ാമത്തെ പദം വയ്ക്കാൻ സ്ഥലം കാണിച്ചു തരൂ. അപ്പോൾ നാം പറഞ്ഞു, പ്രഭു, നമ്മുടെ എല്ലാ ലോകങ്ങളും ഭഗവാൻ 2 പദം അളന്നെടുത്തു. ഇനി അടിയന്റെ ഈ ശരീരം മാത്രമേ ഉള്ളൂ. അതിനാൽ എന്റെ ശിരസിൽ പാദം വെച്ച് എന്റെ സത്യത്തെ പൂർത്തീകരിക്കണം എന്ന് ഞാൻ കേണപേക്ഷിച്ചു. അങ്ങനെ ദയാലുവായ ഭഗവാൻ എന്റെ ശിരസിൽ പാദം വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിന്നിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. എല്ലാം പോകുമെന്നറിഞ്ഞിട്ടും സത്യത്തിൽ ഉറച്ചു നിന്ന നിന്നെ സാവർണ്യ മനുവിന്റെ കാലത്ത് ദേവേന്ദ്രനാക്കാം. അതുവരെ സുതല ലോകത്തിൽ വസിക്കുക. ശ്രദ്ധിക്കുക, എല്ലാരും കേട്ടുകളവി പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി എന്നാണ്. അങ്ങനെയല്ല, ഭാഗവതത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഭഗവാൻ അനുഗ്രഹിച്ച് 14 ലോകത്തിൽ അതെല്ലാം വിതലം സുതലം, ആ സുതലത്തിലേക്കാണ് എന്നെ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ചിരഞ്ജീവിയായ നമ്മുടെ മുത്തച്ഛൻ ഭക്തപ്രഹ്ലാദൻ വസിക്കുന്നതും ഈ സുതലത്തിലാണ്. ഉടൻ തന്നെ ഭക്തപ്രഹ്ലാദൻ അവിടെ എത്തുകയും നമ്മെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതോടൊപ്പം മഹാവിഷ്ണു പറഞ്ഞു, ഈ പവിത്രമായ ചിങ്ങമാസത്തിലെ ഈ തിരുവോണം നക്ഷത്രം വാമന ജയന്തിയായി ജനങ്ങൾ കൊണ്ടാടുമെന്നും ഈ ചിങ്ങമാസം മുഴുവനും ഓണാഘോഷമായി എല്ലാ വീടുകളിലും അത്തപ്പൂക്കളിട്ട് മഹാബലിയെ ജനങ്ങൾ ഓർക്കുമെന്നും വരവേൽക്കുമെന്നും അരുളി ചെയ്തു. ഇതാണ് ഓണത്തിന്റെ യഥാർത്ഥ കഥ. എന്നാൽ ഇത് കേരളമായി യാതൊരു ബന്ധവുമില്ല എന്ന് വേണം പറയുവാൻ. കാരണം ഈ യാഗം നടക്കുന്നത് നർമ്മദാ നദിയുടെ വടക്ക് ഭാഗത്താണ്. അതായത് നമ്മുടെ ആന്ധ്രയുടെയും കർണാടകയുടെയും ഗ്രാമാലയങ്ങളുടെയാണ് ഈ നർമ്മദ ഒഴുകുന്നത്. അന്ന് ഇവിടെയും പേരുവരും ഉണ്ടായി കാണത്തില്ല. അപ്പോൾ എങ്ങനെ കേരളത്തിൽ ഈ ആഘോഷം വന്നു എന്നുള്ളത് ആചാര്യങ്ങൾ പറയുന്നത്, ഇതിനുശേഷം പരശുരാമന്റെ കാലഘട്ടത്തിൽ 21 ആവർത്തി ക്ഷത്രിയ ഹത്യ നടത്തിയ പരശുരാമൻ ഈ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അങ്ങനെ ഈ യാഗാശ്രമത്തിൽ എത്തിയിരുന്ന എല്ലാ ബ്രാഹ്മണരും അവിടെ തന്നെ പാർക്കുകയായിരുന്നു. ഈ ഒരുപാട് ബ്രാഹ്മണർക്ക് ഈ കേരള ഭൂമി ദാനമായി കൊടുത്തു. നമ്മൾ ഓരോ ക്ഷേത്രത്തിന്റെയും മൂലം അന്വേഷിച്ചു പോകുമ്പോൾ കാണാം, ഇതെല്ലാം പണ്ട് ബ്രാഹ്മണ ഭൂമിയായിരുന്നുവെന്ന്. കാരണം അന്ന് പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ഭൂമിയാണ് നമ്മുടെ കേരളം. അങ്ങനെ അന്നവർ തുടങ്ങി വെച്ച ആ ഓണാഘോഷം ഈ മാവേലിയെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയും വാമന ജയന്തി ആഘോഷിക്കുന്നതിന് വേണ്ടിയും അന്ന് തുടങ്ങി വെച്ച ഓണാഘോഷം ഇന്നും ലോകമെമ്പാടും മലയാളിയിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇന്നും കൊണ്ടാടുന്നു. ഇതാണ് ഓണാഘോഷത്തിന്റെ പറ്റി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. നമ്മുടെ വൈകുണ്ഠം ഭാഗവതാമൃതത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വീണ്ടും വീണ്ടും ഓണാശംസകൾ. നമ്മുടെ UAE ഷാർജയിലുള്ള ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഇന്ന് ഓണാഘോഷമായിരുന്നു. അങ്ങനെ മഹാബലിയുടെ വേഷം കെട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് കിട്ടിയ സമയത്തിൽ അല്പം വീഡിയോ ചെയ്തത്. തെറ്റുകൾ ക്ഷമിക്കുക. എല്ലാവർക്കും വീണ്ടും വീണ്ടും ഓണാശംസകൾ.